ഇനി തൃശൂരിലേക്കാണ്. ആഴ്ചകളായി തൃശൂർ ചേലക്കര ജനവാസ മേഖലയിൽ നിന്നും വിട്ടൊഴിയാതെ കാട്ടാനപ്പേടി. തോന്നൂർക്കരയിലെ 21 വാർഡുകളിലാണ് കാട്ടാനിറങ്ങി വ്യാപകമായി നാശനഷ്ടങ്ങൾ വരുത്തുന്നത്. പരാതി നൽകിയിട്ടും പ്രതിഷേധിച്ചിട്ടും അധികൃതർ വേണ്ട ഇടപെടലുകൾ നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. തൃശൂരിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാട്ടാനപ്പേടിയിൽ ചേലക്കര. കാട്ടാനശല്യം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് തൃശൂർ ചേലക്കരക്കാർ. രാത്രിയായി കഴിഞ്ഞാൽ കാടിറങ്ങി വരുന്ന കാട്ടാനകളെ ഓടിക്കാൻ വനംവകുപ്പ് ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഈ നാട്ടുകാരുടെ പരാതി. വീട്ടിലെ കൃഷിയിടങ്ങൾ പൂർണ്ണമായി കാട്ടാനകൾ കൈക്കലാക്കി കഴിഞ്ഞു. ചേലക്കരയിലെ വടക്കുമുറി പ്ലാന്റേഷൻ പരിസരത്തെ 17ഓളം വീട്ടുവളപ്പുകളിലും വീട്ടുമുറ്റത്തുമാണ് കാട്ടാന കഴിഞ്ഞ ദിവസം എത്തിയത്. ചുറ്റുമതിലും സംരക്ഷണ വേലികളും തകർത്ത് കാട്ടാന അകത്തുകയറി. പിന്നെ സംഹാര താണ്ഡവം. വീടിൻ്റെ മതിലുകൾ, കമ്പിവേലികൾ, അതേപോലെ എല്ലാ ഇതും വീടിൻ്റെ ഉമ്മർത്ത് വരെ എത്തിയ സന്ദർഭം ഇന്ന് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. കൃഷിനാശങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ ജീവന് വരെ ഭീഷണിയായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. താമറ്റൂർ വീട്ടിൽ അരവിന്ദാക്ഷൻ, കൂത്രാട്ടിൽ വീട്ടിൽ രതീഷ്, ദാമോദരൻ, ചെറുവത്തൂർ വീട്ടിൽ കാർത്തികേയൻ, ശ്രീജാഭവനത്തിൽ ജനാർദ്ദനൻ തുടങ്ങിയവരുടെ വളപ്പുകളിൽ കയറിയ കാട്ടാന കവുങ്ങ്, വാഴ, പ്ലാവ് തുടങ്ങിയ വിളകൾ വ്യാപകമായി ചവിട്ടി മെതിച്ചു. ഇന്നലെ അർദ്ധരാത്രി മുതൽ പുലർച്ചെ 6 മണിവരെ കാട്ടാന പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. കാട്ടാനയെ നേരിൽ കണ്ടതോടെ ജനങ്ങളും പരിഭ്രാന്തരായി. ഇനി MP എന്നല്ല, MLA എന്നല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നല്ല, എല്ലാവരും വഴി തടഞ്ഞ് ഞങ്ങൾ സമരം ചെയ്യാൻ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മച്ചാടുള്ള വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന കാട്ടാനശല്യം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. കാടിറങ്ങി വരുന്ന കാട്ടാനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ചേലക്കരക്കാരുടെ ആവശ്യം. അടിയന്തര നടപടിയില്ലെങ്കിൽ പ്രക്ഷോഭവും സമരവുമല്ലാതെ മറ്റു മാർഗങ്ങളില്ലെന്ന് ഈ നാട്ടുകാർ ഉറപ്പിച്ചു പറയുന്നു. സമീറിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.